വന്ന് വന്ന് കളിച്ച് സതീശൻ മാറുമോ? വി ഡി സതീശൻ മാറാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. വി ഡി സതീശൻ ക്യാപ്റ്റൻ അല്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കി നിർത്തിക്കൊണ്ട് ഒരു യുവ തുർക്കികൾ കുറച്ച് പേരിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിനാണ് ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മയപ്പെടുത്തിയൊക്കെ നിൽക്കുന്നു അതിനകത്ത്. പക്ഷേ അപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നു അങ്ങനെ ക്യാപ്റ്റൻ ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് ക്യാപ്റ്റന്മാരുണ്ട്, ഒരു സിംഗിൾ ക്യാപ്റ്റൻ അല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങനെ ഉരുട്ടിയൊക്കെ പോകുന്നതിനിടയിലാണ് DCC പുനഃസംഘടനകൾ വരുന്നു, KPCC പുനഃസംഘടനയും വരുന്നു. അങ്ങനെ KPCC പുനഃസംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി DCCകൾ പുനഃസംഘടിപ്പിക്കുമ്പോൾ ഇക്വേഷൻ കോൺഗ്രസിൽ മാറും. ആ ഇക്വേഷനുകൾ മാറുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിലും ഒരു ഇക്വേഷൻ വരും. ഇതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. കോൺഗ്രസ് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലുള്ള മറ്റ് കേഡർ പാർട്ടികളെ പോലുള്ള ഒരു പാർട്ടിയല്ല. അവിടെ എന്തും എപ്പോഴും സംഭവിക്കാം. അഗ്നിപർവ്വതം പോലെയാണ്, ഏത് നിമിഷവും പൊട്ടാം, എവിടെ ഇരുന്നും പൊട്ടാം. അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ എന്നാലും അതൊരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് വേറൊരു കൗതുകമാണ്. കോൺഗ്രസ് എന്നും ഒരു കൗതുകമാണ്. കാരണം ഇത്രമാത്രം സ്വാതന്ത്ര്യവും ബഹളവും പരസ്പര പാരയും ഗ്രൂപ്പും എല്ലാം ഉണ്ടെങ്കിലും അവർ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. ചില തെരഞ്ഞെടുപ്പുകളിൽ അവർ കയറി വരുന്നുമുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പം സതീശനെതിരെയാണ് ഇപ്പോൾ പടയൊരുക്കം. ആ പടയൊരുക്കത്തിൽ സുധാകരനുണ്ട് ഒരു വശത്തുണ്ട്, മറുവശത്ത് മുഖ്യമന്ത്രി പദവി ഉൾപ്പെടെ മോഹിച്ച അല്ലെങ്കിൽ അത് ഉൾപ്പെടെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന രമേശ് ചെന്നിത്തലയുണ്ട്. ഇവരെ രണ്ടുപേരും സതീശും രമേശും കൂടെ വെട്ടുകയാണെങ്കിൽ, കളിക്കുകയാണെങ്കിൽ, ക്രോസ് വെട്ട് വരികയാണെങ്കിൽ നമുക്കാവാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന മറ്റു ചില മുഖ്യമന്ത്രി മോഹികളുമുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി മോഹികളുടെ ഒരു ഇടപെടലിൽ എന്താ സംഭവിക്കുന്നത് അറിയില്ല. ശശി തരൂരിൻ്റെ റോൾ എന്താ നമുക്കറിയില്ല, സതീശനെതിരെയുള്ള റോൾ എന്താ നമുക്കറിയില്ല. എന്തായാലും വി ഡി സതീശൻ്റെ കാര്യങ്ങൾ അത്ര സുരക്ഷിതമല്ല. കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. എന്തായാലും വി ഡി സതീശൻ മാറിയാലും അത്ഭുതമില്ല എന്നുള്ള നിലയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വി ഡി സതീശൻ്റെ സ്ഥാനം പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാഫിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കാരണം വേറെ ചില പ്രശ്നങ്ങളുണ്ട്. SNDPയെ നന്നായി പിണക്കി കഴിഞ്ഞു, വെള്ളാപ്പള്ളിയെ നന്നായി പിണക്കി കഴിഞ്ഞു. വെള്ളാപ്പള്ളിയുടെ ആളുകൾ ഒരു വോട്ട് പോലും സതീശനാണ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സതീശനെ CM കാൻഡിഡേറ്റായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനകത്ത് നേരിടുക? NSSുമായും വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ വി ഡി സതീശന് NSSുമായും SNDPയുമായും ഏറ്റവും കൂടുതൽ വോട്ട് കോൺഗ്രസിന് കിട്ടേണ്ട രണ്ട് മേഖലകളാണ്. ഒന്ന് നായർ കമ്മ്യൂണിറ്റിയും, രണ്ട് നമ്മുടെ ഈഴവ കമ്മ്യൂണിറ്റിയും. ഈഴവ കമ്മ്യൂണിറ്റിയെ നന്നായി പിണക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെയൊക്കെ നന്നായി പിണക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്വാധീനം എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് ഓരോ ജില്ലകളിലും സമ്മേളനങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ഈഴവർക്ക് പ്രാതിനിധ്യമില്ല എന്ന് പറഞ്ഞ വലിയ ബഹളമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഞാൻ പറഞ്ഞ പോലെ KPCC പുനഃസംഘടിപ്പിക്കുമ്പോൾ അവിടെ ജാതി സമവാക്യങ്ങളും സാമുദായിക സമവാക്യങ്ങളും ഒക്കെ നോക്കേണ്ടി വരും. അങ്ങനെ നോക്കി പങ്കുവച്ച് വരുമ്പോൾ സ്വാഭാവികമായും സതീഷിൻ്റെ സ്ഥാനത്തിനും മാറ്റം വരാം. സതീഷിന് മുഖ്യമന്ത്രിയായി പ്ലോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. അതോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ 2 വർഷം മുമ്പുള്ള 2 ടേമിന് മുമ്പുള്ള ആദ്യത്തെ പിണറായി സർക്കാർ വരുന്നതിന് തൊട്ടുമുള്ള തെരഞ്ഞെടുപ്പിൽ ഇവർ കുളിപ്പിച്ചും കളിച്ച് അവർ കളഞ്ഞു. എങ്ങനെയാണ് കളഞ്ഞത്? ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴേ തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നാൽ മതിയെന്ന്.